Okay, welcome. Innathe topic default and repossession. Default means you all know hire purchase nu parna or asset vendor undav, purchaser will be there and ippom njan first example nammal oru phone aanu parnathu alle, so phone purchaser kayila undava, right? Purchaser kayile unda first installment allengil sign cheythu down payment okke kodukkumbol thanne phone will be with the purchaser, right? Okay. And iyalingane installment ingane pay cheyidondirikkum. If last vare installment pay cheyda idinte ownership aarikku kittum? If last installment pay cheyda ownership will be for purchaser. Allengi ownership aare kayile undava? Vendor kayile. Only possession mathram aare kayile? Nammala purchaser kayile. Idu nammal already discuss cheythaana. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഡിഫോൾട്ടിനെ പറ്റിയാണ്. ദാറ്റ് മീൻസ് ദിസ് പർച്ചേസർ അൺഎബിൾ ടു പേ ദ ഇൻസ്റ്റാൾമെന്റ് അടക്കാൻ പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ഒരു ഡിഫോൾട്ട് ഉണ്ടായി. ആ സമയം വെൻഡർ എന്ത് ചെയ്യും? വെൻഡർ വന്നിട്ട് ഈ സാധനം തിരിച്ച് റീപ്രോസസ് ചെയ്യും. കൊടുത്ത സാധനം റീപ്രോസസ് ചെയ്തിട്ട് വെൻഡർ തിരിച്ച് വെൻഡറിന്റെ ഷോപ്പിലാ കൊണ്ടുപോയി അതിൽ വല്ല റിപ്പയർ ഒക്കെ ചെയ്ത് അത് വേറൊരാൾക്ക് സെയിൽ ചെയ്യും. ഓക്കെ, ഇതാണ് നടക്കുക ഇൻ ദ കേസ് ഓഫ് ഡിഫോൾട്ട്. അഗെയിൻ റിപ്പീറ്റിംഗ്, ഡിഫോൾട്ട് വരുന്നു. വാട്ട് ഈസ് ഡിഫോൾട്ട്? പർച്ചേസർ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നില്ല. മേ ബി ഫസ്റ്റ് ഇയർ പേ ചെയ്തിട്ടുണ്ടാവും, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, 4 ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ മേ ബി ഫസ്റ്റ് സെക്കൻഡും പേ ചെയ്തിട്ടുണ്ടാവും, തേർഡും ഫോറും പേ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ മേ ബി എങ്ങനെയും വരാം, ഫസ്റ്റ് മാത്രം പേ ചെയ്യാം, ഫസ്റ്റ് സെക്കൻഡും പേ ചെയ്യാം. സോ എനിവേ ഇൻസ്റ്റാൾമെന്റ് ഏതെങ്കിലും ഒരു വർഷത്തെ പേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ there comes the default. ഡിഫോൾട്ട് ഉണ്ടായാൽ വെൻഡർ വരുന്നു, ഗുഡ്സ് തിരിച്ചു പിടിച്ചിട്ട് കൊണ്ടുപോകുന്നു ആൻഡ് ഹി ഈസ് ഡൂയിങ് സം റിപ്പയർ ആൻഡ് ഓൾ ആൻഡ് അഗെയിൻ സെല്ലിംഗ് ദാറ്റ് ഐറ്റം. ഇതാണ് നമ്മുടെ ഒരു ബേസ്. ഇനി ഇതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? നമ്മുടെ അക്കൗണ്ടിലോട്ട് മാറ്റണം, അല്ലേ? അതല്ലേ വേണ്ടു. സംഭവം എന്താ ചെയ്യുന്നത് ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ വെൻഡറിന് ഇതെടുത്ത് തിരിച്ചു കൊണ്ടുപോകണം, ഇതിൽ കുറേ റിപ്പയർ ഒക്കെ ചെയ്യണം, വിൽക്കണം. പർച്ചേസർക്കാണെങ്കിലോ എൻ്റെ ഈ ഫോണ് പോയി, എനിക്ക് ഇത്ര നഷ്ടമായി എന്നെല്ലാം പറഞ്ഞിട്ട് അയാളുടെ അക്കൗണ്ടിലും ഇത് കാണിക്കണം. സോ ദാറ്റ് ഈസ് ടുഡേസ് ടോപ്പിക്, റീപൊസഷൻ. അഗെയിൻ ഇനിയിൽ വേറൊരു സംഭവം പറയാം. ഓക്കെ, ഒന്നുകൂടെ. ഈ റീപൊസഷൻ ഉണ്ടല്ലോടാ, 2 രീതിയിലുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കേസ് ഇത്. വെൻഡർ, പർച്ചേസർ, ഫോൺ. ഓക്കെ, ഒരു ഫോണാ വാങ്ങിച്ചത്, ഓൺലി വൺ ഐറ്റം. ഓക്കെ, സോ ഇയാൾ എന്ത് ചെയ്യുന്നു? ഡിഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഈ ഫോൺ തിരിച്ചെടുക്കും. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നമ്പർ ബി. വെൻഡർ ഉണ്ട്, പിന്നെ ഓക്കെ വെൻഡർ ഉണ്ട്, ഒരു ഫോണല്ല 3 ഫോൺസ് വാങ്ങിച്ചു. ഓക്കെ, പർച്ചേസർ 3 ഫോൺസ് വാങ്ങിച്ചു. ഓക്കെ, ആൻഡ് ഡിഫോൾട്ട് ഉണ്ടായാൽ ഇയാൾ ചിലപ്പം ഒരു ഫോൺ പർച്ചേസറിനോട് വെച്ചോ എന്ന് പറഞ്ഞ് ബാക്കി ഈ 2 എണ്ണമായിരിക്കും തിരിച്ച് റീപൊസസ് ചെയ്യുക. ഓക്കെ, ഇതിനെ നമ്മൾ പാർഷ്യൽ റീപൊസഷൻ എന്നും ഇതിനെ നമ്മൾ, അതായത് ഇത് ഫുള്ളായിട്ട് വിറ്റ സാധനം കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് കംപ്ലീറ്റ് റീപൊസഷൻ എന്ന് പറയും. ഓക്കെ, so this is the case of complete repossession and this is the case of partial. Partial എന്ന് പറഞ്ഞാൽ വിറ്റ സാധനത്തിന്റെ കുറച്ച് ഭാഗം മാത്രം തിരിച്ചു പിടിക്കുക and complete means full. ഇപ്പം ഇവിടെ ഈ 3 തിരിച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവും. ഇനി ഇല്ല 2 മാത്രം തിരിച്ചു പിടിച്ച് ഒരെണ്ണം ഇയാളെ കയ്യിൽ വെക്കുവാണെങ്കിൽ that will be partial. ഇതിന് രണ്ടിന്റെയും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അക്കൗണ്ട്സിൽ ഇതിന്റെ രണ്ടിന്റെയും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. സോ നമുക്ക് ഇതിനെ റീപൊസഷനെ 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിക്കുക. വൺ ഇസ് കംപ്ലീറ്റ് റീപൊസഷന്റെ ട്രീറ്റ്മെന്റ്, ദെൻ പാർഷ്യൽ റീപൊസഷന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഓക്കെ ആണ്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് കംപ്ലീറ്റ് റീപൊസഷൻ. ഓക്കെ, അതിനേക്കാളും മുന്നേ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എൻട്രീസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം മനസ്സിലൊന്ന് ഇങ്ങനെ ഉരുവിട്ടിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പൊ ആവശ്യം വരും. ഓക്കെ, കംപ്ലീറ്റ് റീപൊസഷൻ അതറിയാത്തവര് ഒന്ന് ഇതൊക്കെ ഇവിടെ വെക്കുക,
എന്നിട്ട് എന്ത് ചെയ്യുക, പോയിട്ട് അതെല്ലാം ഒന്ന് നോക്കുക. ഓക്കെ, സി ക്വസ്റ്റ്യൻ ബോർഡിൽ കാണാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ത്രൂ കംപ്ലീറ്റ് റീപൊസിഷൻ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് there. Transport Corporation purchased. Transport Corporation purchased. So who is the purchaser? Transport Corporation. Okay. എന്താ വാങ്ങിച്ച? Asset involved. A truck. ഒരു ട്രക്ക് എഴുതും കേട്ടോ. One truck. Truck. And from whom? Who is the vendor? Hindustan Motors. Okay. Then what given? For rupees 56,000. So what is the cash price? 56,000. Payment to be made 15,000 cash. That means down payment 15,000. അപ്പോൾ തന്നെ cash കൊടുത്തു. This is down payment. Then what? 3 installment of 15,000. അപ്പം 1, 2, 3. 15,000. ഒന്നും പറയുന്നില്ല. That means ഇതിനകത്ത് ആരും കൂടെ ഉണ്ട്? Including interest. സോ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ മുന്നേയും പറഞ്ഞു, ഒന്നും പറയുന്നില്ലെങ്കിൽ ഇതിന്റെ മീനിങ് ഈ ഇൻസ്റ്റാൾമെന്റിനകത്ത് ഇൻട്രസ്റ്റും കൂടെ ഉണ്ട്. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് 5%. ഡിപ്രിസിയേഷൻ 10% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഡിമിനിഷിംഗ് മെത്തേഡിൽ. ഓക്കെ, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. ദ ഡിപ്രിസിയേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ, നൗ വാട്ട്? Because of the financial difficulties, Transport Corporation, after having paid the down cash and the first installment, so ഇതും അടച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റും അടച്ചിട്ടുണ്ട്, ബട്ട് ഇത് രണ്ടും അടച്ചിട്ടില്ല, അങ്ങനെയല്ലേ പറയുന്നത്? അതെ. ഇൻസ്റ്റാൾമെന്റ് at the end of the first year could not pay the second installment. So first, second, third. So could not pay the second installment. And Hindustan Motors took the possession of the truck. Hindustan vendor ഇത് തിരിച്ചു കൊണ്ടുപോയി. The seller, the Hindustan Motors, after spending 350 on the repair. അപ്പം ഈ തിരിച്ചു കൊണ്ടുപോയ ട്രക്കിൽ 350 rupeesന്റെ റിപ്പയർ ഒക്കെ ചെയ്ത് അതിനെ വിറ്റു. എത്ര പൈസക്ക് വിറ്റു എന്നും അവിടെ തന്നിട്ടുണ്ട്. 30,110. You are required to prepare the ledger account in the books of both parties. So ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബുക്കിലും വെൻഡർ ബുക്കിലും, അതായത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ ബുക്കിലും നമുക്ക് എൻട്രി എഴുതണം. ഓക്കെ, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യണേ. സോ ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്, നിങ്ങൾ കോപ്പി ചെയ്തു. സി ഫസ്റ്റ് ദ പേർപ്പസ്. നമ്മൾ ആരുടെ ബുക്കിലാന്ന് അറിയാം അത് എഴുതുന്ന? ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കോർപ്പറേഷൻ എന്താണ്? ഓക്കെ, കോർപ്പറേഷൻ. സോ ഓക്കെ, 1 minute. ഞാൻ എഴുതാൻ ഭയങ്കര മടിച്ചേട്ടാ. ഇൻ ദ കാണുന്നുണ്ട് അവിടെ? നോ, റൈറ്റ്? ഓക്കെ, ഓക്കെ. ഇൻ ദി ബുക്ക് ഓഫ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഓക്കെ, അതായത് ഹയർ പർച്ചേസർ ബുക്കിലുള്ള ജേണലും ലെഡ്ജറും ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. എക്സാമിന് ലെഡ്ജർ മാത്രമേ ചോദിച്ച് കണ്ടുള്ളൂ. ഓക്കെ, ബട്ട് ലെഡ്ജർ അറിയുന്ന പിന്നെ ജേണൽ ആരെങ്കിലും എഴുതും അല്ല, ആർക്കും എഴുതാൻ അറിയാത്തല്ലേ? ഓക്കെ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും അപ്പൊ ട്രാൻസ്പോർട്ട് കമ്പനി കോർപ്പറേഷന്റെ ബുക്കിൽ നമ്മൾ 2 അക്കൗണ്ട് വരയും. വൺ ഇസ് അസറ്റ് അക്കൗണ്ട്, മീൻസ് ട്രക്കിന്റെ അക്കൗണ്ടും, ദെൻ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അതായത് ഹയർ വെൻഡർ അക്കൗണ്ടും വരയും. ഓക്കെ, സി ഫസ്റ്റ് വാട്ട് ഹാപ്പൻ? ട്രക്ക് പർച്ചേസ് ചെയ്തു. ട്രക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അസറ്റ് അക്കൗണ്ട് ലെറ്റർ ടു വെൻഡർ അക്കൗണ്ട്, ദാറ്റ് ഇസ് ട്രക്ക് അക്കൗണ്ട് ലെറ്റർ ടു ഹിന്ദുസ്ഥാൻ. സോ നമ്മൾ എഴുതും, ഒന്നും അറിയാത്തവർ ട്രക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ അസറ്റ് വാങ്ങിച്ചു ഇവിടെ എഴുതുന്നത് ബൈ ട്രക്ക്. ഓൾറെഡി വി ഡിസ്കസ് ചെയ്തതാണ്, എൻട്രി ഒക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. എനിവേ ഇവിടെ എഴുതുന്നു. ഓക്കെ, അപ്പൊ തന്നെ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു. ഡൗൺ പേയ്മെന്റ് കൊടുക്കുമ്പോൾ എൻട്രി നിങ്ങൾക്ക് അവിടെ കാണാം, ഇപ്പുറത്ത് എഴുതുന്നു. ഓക്കെ, ഓൾറെഡി പറഞ്ഞതാണ്. നൗ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ബൈ ഇൻട്രസ്റ്റ്. ഓർഡറിൽ എഴുതി പഠിക്കാൻ മക്കളെ, ഞാൻ എഴുതി അതേ ഓർഡറിൽ. ബിക്കോസ് സി ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് അറിയോ? കാൽക്കുലേറ്റ് ചെയ്യുക. 56,000 മൈനസ് 15,000ന്റെ 5%. ഓക്കെ, 56,000 മൈനസ് ഡൗൺ പേയ്മെന്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് കിട്ടും, അതിന്റെ 5%, ആൻഡ് ഇറ്റ് വിൽ കം 2050. ഓക്കെ, ഡേറ്റ് ഒന്നും ഇവിടെ ഒന്നും തന്നില്ല. സോ നമുക്ക് ഡേറ്റിന്റെ ഒന്നും പ്രോബ്ലം വരുന്നില്ല. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്ത് കാണിക്കുന്നു.
ടു ക്യാഷ് 15,000. ഇപ്പം നിങ്ങൾ ഇത് എഴുതുന്നതിന് മുമ്പ് ഇത് എഴുതിയാലുണ്ടല്ലോ, ചില പിള്ളേർ ഇത് രണ്ടും 56 മൈനസ് 15,000 മൈനസ് ഇതും കൂടി ചെയ്തിട്ടാണ് ഇവിടെ 5% കാണുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇൻട്രസ്റ്റിന്റെ ജേർണൽ എൻട്രി അവിടെ എഴുതി വെക്കുക. അന്നേരം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. ഓക്കെ ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ നേരം പറഞ്ഞതാണ്. നൗ ഐ ആം ഗോയിങ് ടു ബാലൻസ് ഇറ്റ്. ഇവിടെ കിട്ടും ബാലൻസ്. ടു ബാലൻസ് 28050 കിട്ടും. ടോട്ടൽ എത്രയാടാ? 58050. ഓക്കെ, ഇപ്പൊ ബാലൻസ് കിട്ടിയാണ് നമ്മൾ ഇവിടെ എഴുതുന്നു. ഓക്കെ, ബൈ ബാലൻസ് 28050. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നൗ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ ട്രക്കിൻ്റെ അതും കൂടെ അങ്ങ് വരച്ചു വെക്കും. ട്രക്കിൻ്റെ ആദ്യം ഇതിന്റെ കൗണ്ടർ എൻട്രി വരും അല്ലേ? ഇതിന്റെ കൗണ്ടർ എൻട്രി. സോ ഇവിടെ വരും ടു ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ നിങ്ങൾ ഫുൾ എഴുതിക്കോളേ. 56,000. Now what? Depreciation. Depreciation of the truck. How much? 10%. So ഇവിടെ ഞാൻ എഴുതുന്നു by depreciation 10%. ഏതിന്റെ 10%? 56,000 10%. That is 5,600. Now balance ചെയ്തോളൂ. സെയിം ഇവിടെ എഴുതുന്നു. by balance how much? 50,400 by alla to balance 50,400. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു അല്ലേ? സോ ഇവിടെ ഞാൻ എമൗണ്ട് എഴുതിയില്ല. ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട്, ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട്, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. ഓക്കെ, സി എൻട്രി ഞാൻ ജസ്റ്റ് അങ്ങനെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്കത് അറിയാം, ഞാൻ അതുകൊണ്ട് അതിൽ ബോധരാവുന്നില്ല. സെയിം എൻട്രി നമ്മൾ മുന്നേ പഠിച്ച സാധനം തന്നെയാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. എൻട്രിയിൽ ഇമ്പോർട്ടൻസ് വരിക റീപൊസഷൻ വരുന്ന സമയത്തുള്ള എൻട്രിയാണ് നിങ്ങൾ എനിക്ക് പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. ബിക്കോസ് അതൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓക്കെ, നൗ സെക്കൻഡ് ഇയറിൽ എന്ത് സംഭവിച്ചു? സെക്കൻഡ് ഇയറിൽ ഇൻസ്റ്റാൾമെന്റ് ഇയാൾക്ക് അടക്കാൻ പറ്റിയില്ല. അടക്കാൻ പറ്റാത്തപ്പോൾ ട്രക്ക് തിരിച്ചു കൊണ്ടുപോയി. ട്രക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനേക്കാളും മുന്നേ നമ്മൾ ഇപ്പം സെക്കൻഡ് ഇയറിലല്ലേ ഡിഫോൾട്ട് വന്നത്. ഓക്കെ, ആ ഇയറിൽ ഡിഫോൾട്ട് വന്നാലും നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സി, സോ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് അവിടെ ചാർജ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? 28050 5%. അതായത് ഇത് ഡ്യൂ, ബാക്കിയുള്ള എമൗണ്ടിനല്ലേ ഇൻട്രസ്റ്റ് കൊടുക്കുക. എത്രയുണ്ട് കൊടുക്കാൻ ബാക്കി? 28050 നമ്മൾ 5% വെച്ചിട്ട് ഇത്ര ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ഓക്കെ, സോ ഇതും കൂടെ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഇയർ നമ്മൾ ഗുഡ്സ് റീപ്രോസസ് ചെയ്തതിന്റെ എൻട്രി കാണിക്കണം. ഗുഡ്സ് റീപ്രോസസ് ചെയ്തത് വന്ന ഗുഡ്സ് വരുമ്പോൾ നമ്മൾ എവിടെ എഴുതിയ? അപ്പുറത്ത്. അപ്പൊ ഇത് പോകുമ്പോൾ ഇവിടെ എഴുതി കൊടുത്താൽ മതി. എന്നാലല്ലേ ക്യാൻസൽ ആവുള്ളൂ അല്ലേ? വരുമ്പോൾ ഇവിടെ എഴുതി, പോകുമ്പോൾ ഇവിടെ എഴുതി. എത്ര എമൗണ്ട് എഴുതണം? ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് വേണം ഇവിടെ എഴുതാൻ. സോ ആ ഭാഗം ടോട്ടൽ ചെയ്തോളൂ. യു വിൽ ഗെറ്റ് 29453. So 29453 and here the truck in the value 29453. This is the balancing figure. Clear? അപ്പോൾ റീപൊസഷന്റെ സമയത്തുള്ള എൻട്രി എന്താണ്? ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രക്ക്. ക്ലിയർലി ഒന്നും കൂടെ പറയുന്നത്, ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു എസ്എ. ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതായത് ഹയർ പർച്ചേസറിന്റെ ബുക്കിൽ, ഇൻ ദ ബുക്ക് ഓഫ് ഹയർ പർച്ചേസർ റീപൊസഷന്റെ എൻട്രി വാട്ട്? വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. എമൗണ്ടോ ബാക്കി വരുന്ന ബാലൻസിങ് ഫിഗറിന്റെ എമൗണ്ട്. സോ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ടു ട്രക്ക്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ കംപ്ലീറ്റ് റീപൊസിഷൻ ഈസിയാണ്. ഇവിടെ എഴുതണേ റീപൊസിഷൻ ടാ. ഓക്കെ, നൗ ട്രക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അല്ലേ? ട്രക്ക് അക്കൗണ്ടിൽ ഇപ്പൊ എത്ര ബാലൻസ് ഉണ്ട്? 50,000
400. അപ്പം നമ്മൾ ഡിപ്രിസിയേഷൻ ഒബ്വിയസ്ലി ചാർജ് ചെയ്യണം. സെക്കൻഡ് ഇയർ ആണ്, നമ്മൾ അസ്യൂം ചെയ്യുക ലാസ്റ്റിനാണ് ഈ റിപ്പോസിഷൻ നടന്നത്. ബിക്കോസ് ഡേറ്റ് ഇസ് നോട്ട് ഗിവൺ. സോ നമ്മളിവിടെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. ഓക്കെ, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂലാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ എന്നുള്ള വേർഡ് ഇവിടെ ഇല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ സെയിം നമ്മളെ ക്യാഷ് പ്രൈസിൻ്റെ 10% തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ബട്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മീൻസ് ഒന്നാമത്തെ വർഷം 5600 അല്ലേ. അപ്പോൾ 56,000 5600 നമ്മൾ സെറ്റ് സൈഡ് ചെയ്തു, ബാക്കി 50,400. സി, സോ ഇതിൻ്റെ മേലെ വേണം 10% കാണാൻ. ഇഫ് ഇറ്റ് ഈസ് എ WDV അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിലാകുമ്പോൾ ക്ലോസിങ്, അതായത് ഈ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ഓരോ പ്രാവശ്യം, ഇതിപ്പോൾ 56,000 ആദ്യം ഉണ്ടേനും അതിൽ നമ്മൾ 5600 ഡിപ്രിസിയേഷനിലോട്ട് മാറ്റി വെച്ച് നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ട്രക്ക് എന്ന് എഴുതി, ട്രക്ക് 56,000 ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യല്ലോ 5,600, അതാണല്ലോ ഈ എമൗണ്ട്. സോ ഇതിൻ്റെ മേലെ വേണം അടുത്ത വർഷത്തെ ഡിപ്രിസിയേഷൻ കാണാൻ. സോ ഹിയർ ഇറ്റ് വിൽ കം 5040. ഇതിൻ്റെ 10%. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഇതേ എമൗണ്ട് ഇവിടെ വരും 5,600. ദാറ്റ് ഇസ് ക്യാഷ് പ്രൈസിൻ്റെ മോൾ. ഓക്കെ, നൗ ഇവിടെ ഒരു ട്രക്ക് വന്നല്ലോ. സോ ഇതിൻ്റെ കൗണ്ടർ എൻട്രി ഇവിടെ വരണമല്ലോ, ഇതിൻ്റെ കൗണ്ടർ എൻട്രി. അപ്പോൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ടു ട്രക്ക് വരും. അപ്പോൾ ഇവിടെ വരും ബൈ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ഓക്കെ, ഹൗ മച്ച്? 2,9. സി, ഇത് ഇങ്ങോട്ട് എഴുതും 4,5,3. ഓക്കെ, ഇത് ഇവിടെ എഴുതിയതാണ്. നൗ ബാലൻസ് ചെയ്യുക. ബാലൻസ് ലാഭമോ നഷ്ടമോ നമുക്ക് മനസ്സിലാവും. നഷ്ടം തന്നെയായിരിക്കും കാണുന്നുണ്ട്. സോ ഇറ്റ് ഈസ് 50,400. Here it will come by profit and loss account. ഇവിടെ വന്നാൽ നമുക്കറിയാം it is a loss and it is okay. അപ്പോൾ ഇതാണ് repossessionന്റെ account preparation. Okay, now you can see the entry that second year. First year ഞാൻ റബ്ബ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇവിടെ എഴുതണം. സി ദിസ് എൻട്രി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി. പിന്നെ നമ്മൾ റീപൊസഷൻ എൻട്രി ആണ് ഞാനിവിടെ എഴുതിയത്, ഹയർ മോട്ടോർ ടു ട്രക്ക്. സോ ദിസ് ഇസ് ദ റീപൊസഷൻ എൻട്രി. നൗ ഡിപ്രിസിയേഷൻ എൻട്രി. പിന്നെ നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് വെച്ചാൽ അതിൻ്റെ എൻട്രി. ഓക്കെ, സോ ദിസ് is your complete repossession. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രക്ക് വാങ്ങിക്കുന്നു, ട്രക്കിന് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു, ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യുന്നു, ദെൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നു, ബാലൻസ് ചെയ്യുന്നു, ബാലൻസ് ഇവിടെ എഴുതുന്നു. ഏത് ഇയർ ആണോ ഡിഫോൾട്ട് വന്നത് ആ ഇയറിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ബാലൻസ്, ലാസ്റ്റുള്ള ക്ലോസിംഗ് ബാലൻസിന്റെ മേലെ ഇൻട്രസ്റ്റ് കാണുന്ന എൻട്രി പാസ് ചെയ്യുന്നു. ഹിയർ കംസ് ബാലൻസിങ് ഫിഗർ. നൗ ട്രക്ക് അക്കൗണ്ട് വരയണം. ഡിപ്രിസിയേഷനും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവും 56,000. ദെൻ സെക്കൻഡ് ഇയറിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ ഈ ക്ലോസിംഗ് ബാലൻസിന്റെ മേലെ ഡിപ്രിസിയേഷൻ കാണണം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ക്യാഷ് പ്രൈസ് 56,000 മുകളിൽ കാണണം. ദെൻ ഇത് റീപൊസഷൻ എൻട്രി, ലാഭമാണോ നഷ്ടമാണോ. സി, ഇവിടെ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ തെറ്റരുത്. 56,000 മൈനസ് ഡൗൺ പേയ്മെന്റ് മാത്രം. 56,000 മൈനസ് ഡൗൺ പേയ്മെന്റ്. സോ ഹിയർ ഇസ് യുവർ പാർഷ്യൽ റീപോ. നമ്മൾ ഹയർ പർച്ചേസർ ബുക്കിൽ എൻട്രീസ് വരച്ചു, ദാറ്റ് ഇസ് അക്കൗണ്ട് വരച്ചു, ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബുക്കിൽ. നൗ കംസ് ഇൻ ദ ബുക്ക് ഓഫ് ഹയർ വെൻഡർ ബുക്കിൽ എന്താണ് ചെയ്യുക. സോ നമുക്കറിയാം ഹയർ വെൻഡർ ബുക്കിൽ നമ്മൾ അസറ്റിന്റെ പേര് മെൻഷൻ ചെയ്യില്ല. ഫസ്റ്റ് എൻട്രി എന്തായിരുന്നു? ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അക്കൗണ്ട് എത്ര ടു HP സെയിൽ അല്ലെ, ഹയർ പർച്ചേസ് സെയിൽ എന്നാണ് നമ്മൾ എഴുതല് അല്ലെ. അറിയാത്തവർ അതൊന്ന് നന്നായിട്ട് പോയിട്ട് നോക്കിയാൽ മതി കേട്ടോ. സോ സെയിലിന് എഴുത ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ട്രക്ക് വി വിൽ റൈറ്റ് ഹയർ പർച്ചേസ്. ശരിക്കും ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും ഈ അക്കൗണ്ട്, നേരെ തിരിച്ചിട്ട്. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ ട്രക്ക് എന്ന് എഴുതില്ല,
ബിക്കോസ് ഇയാൾക്ക് ഇത് അസറ്റിൻ്റെ സെയിലല്ലേ, ഇയാളതൊരു ഗുഡ്സ്, ഇയാളുടെ ജോലിയല്ലേ സെയിൽ, സോറി ഈ ഗുഡ്സ് ട്രക്സ് സെയിൽ ചെയ്യാന്നുള്ളത്. സോ ഇറ്റ് വിൽ കം ലൈക്ക് സെയിൽ. ഓക്കെ, ഗുഡ്സ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുക, അസറ്റ് ആയിട്ടല്ലോ. ഓക്കെ, അതെല്ലാം അവിടെ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ അസറ്റ് വിൽക്കുമ്പോഴുള്ള എൻട്രി നമ്മളിവിടെ എഴുതി. ഇനി ഇൻട്രസ്റ്റ് കിട്ടും. സോ അവിടെ അപ്പുറം വരും, ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ വരും. ഇൻട്രസ്റ്റ് സെയിം എമൗണ്ട് 2050. അതിനേക്കാളും മുന്നേ എന്തെഴുതണം? അതിനേക്കാളും മുന്നേ ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാശ് കിട്ടിയത് എഴുതണം. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് എഴുതുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയെന്ന് എഴുതുക. ഓക്കെ, നേരെ ഉൾട്ടാ. നൗ ബാലൻസ് ചെയ്യണം. ഇവിടെ വരും ബാലൻസ്. സോ ടോട്ടൽ ഇസ് 58050 and the balance it will 28050 balance. ആ ബാലൻസിന് ഇവിടെ എഴുതുന്നു balance 28050. ഓക്കെ, നൗ ഇവിടെ ഇൻട്രസ്റ്റ് കിട്ടും. ഇയാൾ കൊടുത്ത് ഇയാൾക്ക് കിട്ടി. ഓക്കെ, നൗ ഹിയർ നിങ്ങൾ ട്രക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ മാത്രം അവിടെ ചേഞ്ച് വരിക. ഇവിടെ നിങ്ങൾ എഴുതണം ബൈ ഹയർ വെൻഡർ വിൽ ഓപ്പൺ എ ന്യൂ അക്കൗണ്ട് അറ്റ് ദ ടൈം ഓഫ് റീപൊസഷൻ. റീപൊസഷൻ്റെ സമയത്ത് ഹയർ വെൻഡർ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആ അക്കൗണ്ടിൻ്റെ പേരാണ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. സോ ഇവിടെ നമ്മൾ ബൈ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് വേണം 29453. ക്ലിയർ ആണല്ലോ? സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ട്രക്ക് നെയിം യു ഹാവ് ടു മെൻഷൻ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. ഓക്കെ, റീപൊസഷൻ്റെ സമയത്ത് വെൻഡർ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. സോ ഇതിൻ്റെ കൗണ്ടർ എൻട്രി എവിടെ വരും? ഇവിടെ വരും. ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ 29453. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നു? റിപ്പയർ ചെയ്യാൻ പൈസ ചെലവാക്കി 350. സി ഇവിടെ എഴുതുന്നു ടു റിപ്പയർ എന്ന് എഴുതൂല, ക്യാഷല്ലേ പോയെ. സോ ക്യാഷ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് റിപ്പയറിന് എഴുതാം. ഓക്കെ, 350. ഓക്കെ, നൗ വിൽക്കുന്നു. ക്വസ്റ്റ്യൻ എടുത്ത് നോക്ക്, എത്ര പൈസക്ക്? അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടി. ബ്രാക്കറ്റിൽ എഴുതും സെയിൽ. നോ, നോട്ട് സെയിൽ, ഇറ്റ് ഇസ് റീസെയിൽ. അല്ലേ, രണ്ടാമത് വിറ്റു, റീസെയിൽ. ഇറ്റ് ഇസ് 30110. ഓക്കെ, ഇനി ഇത് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ഇപ്പുറത്തെ ഭാഗത്താക്കി കിട്ടിയത് P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് ഡെബിറ്റിൽ വന്നാൽ അതിൻ്റെ അർത്ഥം പ്രോഫിറ്റ് ആണ്. എത്ര പൈസൻ്റെ പ്രോഫിറ്റ് ബാലൻസ് ചെയ്താൽ യു വിൽ ഗെറ്റ് 307. ഓക്കെ, സോ ഇതാണ് ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടിലെ ലെഡ്ജർ. ക്ലിയർ ആണെന്ന് ചോദിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ട്രക്കിന് പകരം ഗുഡ് റീപൊസസ്ഡ് എഴുതി. നൗ ഹിയർ ന്യൂ അക്കൗണ്ട് ഷുഡ് ബി ഓപ്പൺ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. ഇതിൻ്റെ കൗണ്ടർ വന്നു. റിപ്പയറിന് ചിലവാക്കി, സെയിൽ ചെയ്തപ്പോൾ പൈസ കിട്ടി. ബാക്കി ലാഭമാണെങ്കിൽ ഇപ്പുറത്ത്, നഷ്ടമാണെങ്കിൽ ഇപ്പുറത്ത്. ഓക്കെ, നൗ ഇതിൻ്റെ എൻട്രിയോ ബാക്കി എല്ലാം സെയിം. ഫസ്റ്റ് എൻട്രി എന്താ? ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ടു ഹയർ പർച്ചേസ് സെയിൽ അല്ലേ. നെക്സ്റ്റ് എൻട്രി ഡൗൺ പേയ്മെന്റിന്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇൻട്രസ്റ്റിന്റെ എൻട്രി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ടു ഇൻട്രസ്റ്റ്. നൗ ഇൻസ്റ്റാൾമെന്റ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇനി ഇവിടെയോ ഇൻട്രസ്റ്റിന്റെ എൻട്രി ട്രാൻസ്പോർട്ട് ടു ഇൻട്രസ്റ്റ്. റീപൊസഷന്റെ എൻട്രി ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നൗ റിപ്പയറിന് ചെലവാക്കി ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. Resale entry goods repossessed account debtor, cash account debtor to goods repossessed account. Cash account debtor to goods repossessed account. Third entry is no, one more entry, profit or loss. Goods repossessed account debtor to P&L account. Goods repossessed account debtor to P&L account. So entry നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കണം. എൻട്രി എഴുതാൻ ചോദിക്കത്തില്ല, ബട്ട് ഒരു കണക്കിൻ്റെ എൻട്രി നിങ്ങൾ ചെയ്യണം. അപ്പം ദിസ് ഈസ് യുവർ
This is your complete repossession problem on board il കാണുന്നത്. Now tomorrow we will discuss partial repossession. Okay.